Hi guys, this is Ashish. ഞാൻ അവിനാഷ് ആൻഡ് ഇത് എൻ്റെ ഫ്രണ്ട് മനു Yes, തോമസ്. Manu Thomas. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവൻ വീഡിയോയിൽ വരുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം ആണ്. ടൈമാണ്. ഇനി തൊട്ട് റെഗുലർ ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇൻട്രോവേർട്ട് ആണ്, പക്ഷെ ഇനി തൊട്ട് റെഗുലർ ആയിട്ട് ചിലപ്പോൾ കാണും. ഓ സോറി, ബൈ ദ വേ, നമുക്കിന്ന് തമിഴ് സംസാരിക്കേണ്ട ദിവസം, ബിക്കോസ് വി ആർ ഗോയിങ് ടു റിയാക്ട് ടു എ തമിഴ് ട്രെയിലർ കൂലി മൂവി ട്രെയിലർ, മോസ്റ്റ് എക്സ്പെക്ടഡ് വൺ. തമിഴ് ട്രെയിലറിന് വി വിൽ സ്പീക്ക് തമിഴ്. ஆமா தமிழ்ல தான் பேசணும். ஓகே உனக்கு எப்படி தமிழ் தெரியும்? നമ്മളെ ബോർഡർ തമിഴ്നാടല്ലേ? ஓகே 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 கம்பம். Okay, okay, fine. So we will be reacting to Coolie trailer, okay? Superstar Rajinikanth. We don't want to keep you waiting. We know what is the thing. Enna who all are acting, Logesh Padam, Anirudh music, everything we know. So react பண்ணுவோம். ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிற സൗബിൻ അല്ലേ? ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. மட்டும் அவனுக்கு பெரிய അമീർക്കാരാടാ? அவனுக்கு உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். ഇവനുണ്ടോ? അയ്യോ ഇവന്റെ പേരെന്തായിരുന്നു? നാഗാർജുന. பிரபாவாலாயிரத்தி 400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. സൗബിൻ വില്ലനാ? ஒரு இடம் விட ஒரு தோட்டம் இருக்குடா. 10 வருஷம் வந்துச்சு செல்லணும். 30 வருஷமா ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு മനസ്സിലായ 30 വർഷമോ ഒരുത്തനെ ഓഫിലേ വെച്ചിരിക്കും. ബ്രോ பார்த்து மாதிரி இருக்கு. എന്റെ മോനെ, ഉപേന്ദ്ര, കന്നഡ ഉപേന്ദ്ര. ആ മറ്റേ ഇത് ഈ സാധനം ഏതായിരുന്നു? കപ്സ. ശ്രുതി ഹാസൻ, സത്യരാജ്. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். ചേട്ടൻ്റെ പാട്ടിനകത്ത് പറഞ്ഞ പോലെ തന്നെ അല്ലേ? സീൻസ് ഉണ്ട്. നാഗാർജുന അല്ലേ? ഫിലോമിൻ രാജ്. കണ്ണു കണ്ടോ? ഷോട്ടൊക്കെ വിഷയമല്ലേ? അൻപർ മാസ്റ്റേഴ്സ്. അത് വിളിച്ച് വിഷം കുത്ത് മാത്രമേ ഉള്ളൂ. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடுங்க. ഭാഷയിലെ സാധനം അത് സെറ്റപ്പ് ഇഷ്ടപ്പെട്ട്. ഭാഷയിലേ 30 വർഷം ബാക്ക്. എനിക്ക് തോന്നുന്നു മറ്റേ വിക്രത്തിനകത്ത് ലാസ്റ്റ് ആകുമ്പോൾ 25 വർഷം എടുത്ത് എനിക്കിത് ഒഴിവാക്കാൻ. ഇഫ് ഇറ്റ്സ് കണക്റ്റഡ് എനിക്ക് തോന്നുന്നു മേ ബി പാസ്റ്റിലായിരിക്കാം. എനിക്ക് തോന്നുന്നില്ല. இந்த மூவில இப்போ தமிழ் ஃப்ரெண்ட்ஸ் நீங்க பாக்குறீங்கன்னா உங்களுக்கு முன்னாடி உள்ள மூவிஸோட ஏதாச்சும் ரெஃபரன்ஸ் இருக்குன்னா சஜஸ்ட் இன் கமெண்ட், வி வில் ரியாக்ட் தட் ஆல்சோ. பிகாஸ் அந்த ஒரு கிளிம்ஸில் ஒரு ஓல்டு
മൂവി മാതിരി ഓൾഡ് തലൈവറോടെ ഏതോ ഒരു ക്ലിപ്പ് കാമിച്ചമാര് ഞങ്ങൾക്ക് കറക്റ്റ് ഐഡിയ ഇല്ല. ഭാഷയിൽ ഇന്റർവെൽ സീൻ ഇല്ലേ, ഇന്റർവെൽ സീനിൽ Like a sick ഇങ്ങനെ റിഫ്ലക്ടർ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനം കളർ വരുന്നത്. പക്ഷെ ഭാഷയ്ക്കകത്ത് പേരതല്ലോ. കണക്ട് ബിക്കോസ് വിക്രത്തിനകത്ത് ജസ്റ്റ് ഒരു റെഫറൻസ് മാതിരി പോയിട്ട് പോലെ ഇട്ട് പറഞ്ഞു. കറക്റ്റ്. പിന്നെ ഇത്ര ആക്ടേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, പുള്ളി എൽസി അങ്ങനെ വേസ്റ്റ് ആക്കി. ബട്ട് എക്സ്പെക്ടേഷൻ ഭയങ്കരമാണ്. ഭയങ്കര അമീർ എനിക്ക് അമീർ ഖാൻ സീൻ ഓ 3-4 സെക്കൻഡ് ഉള്ളിൽ എന്ത് പ്രസൻസ് ഇതിനകത്ത് ട്രെയിലറിനകത്ത്. പക്ഷെ ട്രെയിലറിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോ വേറെ ആരെങ്കിലും കൂടെ കാണും. അത് ഓൾറെഡി വേറെ എന്തെങ്കിലും ഒരു ക്യാമിയോ ഉണ്ടാവും. ക്യാമിയോ കാണും. എന്തായാലും മോസ്റ്റ്ലി എന്തായാലും ഇത്രയും പറയുന്നില്ല, അപ്പൊ എന്തായാലും ഇനി ഒരു സെക്കൻഡ് പാർട്ട് കാണും. അറിയില്ല. അല്ല ഇത് ഉള്ള ഒരു മൂവി ഒരിക്കലും ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യില്ലല്ലോ. അല്ല എനിക്ക് എന്റെ ആഗ്രഹം പേഴ്സണലി എന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് LCU ആയിട്ട് കണക്ട് ചെയ്യണം. ചാൻസ് കുറവാ. LCU ആയിട്ട് രജനീകാന്ത്, കമലഹാസൻ, വിജയ് ഇത്രയും പേര് ഒരു സ്ക്രീനിൽ കൊണ്ടുവന്ന് പുള്ളി. പക്ഷെ ഇപ്പം അങ്ങനെ വില്ലന്മാർ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നാഗാർജുന അമീർ ഖാൻ വില്ലനിഷ് റോളാന്ന് തോന്നുന്നു. പ്ലസ് സൗബിൻ LCU ആണെങ്കിൽ സൂര്യ ഉണ്ട്, പിന്നെ നമ്മുടെ അർജുൻ. ഇല്ല, ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമ വിക്രം ഇറങ്ങിയത് തന്നെ വിജയ് സേതുപതിനെ ഡിസീസ് ആക്കി കൊന്നു കളഞ്ഞു. ഓക്കെ. അതേപോലെ എനിക്ക് തോന്നുന്നു ഓരോരോ സിനിമയിൽ ഓരോ ആൾക്കാരെ കൊന്നും മാറ്റി ഫിനിഷ് ചെയ്യും. അല്ലാതെ ഒരിക്കലും അത് ഒരു ഭയങ്കര ഒരു ഹ്യൂജ് ബഡ്ജറ്റ് വില്ലൻസ് പോകുന്നുണ്ട്. പക്ഷെ ഹീറോസ് അങ്ങനെ നിക്കല്ലേ. ഹീറോസ് എപ്പോഴും ഒരു ഹ്യൂജ് മെജോറിറ്റി നിക്കല്ലേ. എല്ലാ ഹീറോസും ഇൻവോൾവ് ചെയ്യാതിരുന്നാ പോരെ. മനസ്സിലായില്ലേ? എനിവേ പാപ്പോ ഇതിലെ തട്ടും. ഓഗസ്റ്റ് 14 നീ വരൂല്ലേ? നമുക്കെല്ലാം ഒരുമിച്ച് നൈറ്റ് പോവും. എന്നിട്ട് നമ്മള് എപ്പോഴാണോ അന്ന് തന്നെ പോകും. നമ്മുടെ കാരണം വർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് അതിന്റെ ഒരു അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു റിവ്യൂ ആയിരിക്കില്ല, അവർ ഒപ്പീനിയൻ, ഹൗ വി ഫെൽറ്റ് അബൌട്ട് ദ മൂവി, നോട്ട് സ്പൂഫ് ബട്ട് നമ്മൾ അത് ഇടുന്നതായിരിക്കും. ഉപേന്ദ്ര സീനായിരിക്കും. ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, അമീർ ഖാൻ, രജനീകാന്ത്. കാസ്റ്റിംഗ് ഗൂഗിളിൽ അങ്ങനെ പലതും വരൂടാ. പക്ഷെ പറയാൻ പറ്റത്തില്ല. വിക്രത്തില് ഇതേപോലെ കാസ്റ്റിംഗിൽ സൂര്യ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ സൂര്യയോ എന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ആരെങ്കിലും ഒരാളുടെ കൂടെ കാണും. ഇപ്പൊ അമീർ ഖാൻ ഓൾറെഡി അവര് കാണിച്ചില്ലേ, എന്തായാലും വേറെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ക്യാമിയോ ഉണ്ടാവും. ലോകേഷ് കനകരാജ്, സ്റ്റോറിയും ലോകേഷ് ആണ്. സ്ക്രീൻ പ്ലേ വരുന്നത് സിനിമാറ്റോഗ്രഫി ഗിരീഷ് ഗംഗാധർ. അതേപോലെ ഞാൻ ഇന്ന് ആക്ച്വലി ട്വിറ്ററിലൊക്കെ ഇവരുടെ ലോകേഷ് ഇങ്ങനെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, ടുമോറോ 7 PM എന്ന് പറയുന്നുണ്ട്. അതിനാണെങ്കിൽ ഓരോരുത്തർ റിപ്ലൈ അയക്കുന്നുണ്ട്. ലൈക്ക് ഇവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ലൈക്ക് ലോകേഷിന്റെ ഫ്രണ്ട്സ് ട്വിറ്ററിൽ ഇതാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ஆமா. ஸோ தமிழ் ஃப்ரெண்ட்ஸ் நீங்கள் சொல்லுங்க அடுத்த லைக் இந்த வீடியோ கீழே அடுத்த எந்த வீடியோ ரியாக்ட் பண்ணலாம். லைக் ബഡ്ജറ്റ് 350 to 400 crore. അപ്പോൾ ഇത് 1000 crore അടിക്കോ ഇല്ലയോ? വി വിൽ സ്റ്റാർട്ട് എ പോൾ ലൈക്ക് ദിസ്. ഇഫ് ഇത് ഫസ്റ്റ് 1000 crore മൂവി ഫ്രം സൗത്ത് ഇന്ത്യ, correct? South India, Kerala and Tamil Nadu. Already I think அப்படி வந்துச்சுன்னா தலைவரோட படம் ஃபர்ஸ்ட் 1000 crore ஹிட் பண்ற மாதிரி வரும். கரெக்டா? எனக்கு தோணுது, I have a hope that it will make it because of Lokesh and first thing is தலைவர். Okay, അപ്പൊ സ്ക്രീൻ കുറയും. But still because ഇപ്പൊ ഞാൻ പറയട്ടെ, രജനീകാന്തിനുള്ള ആ ഒരു ഫാൻ ബേസ് തന്നെ ഈവൻ അതിനേക്കാൾ അത്ര ഇല്ലെങ്കിലും പക്ഷെ ലോകേഷിന് ഇപ്പൊ ഒരു തനി ഫാൻസ് ഉണ്ട്. ലോകേഷ് പടம்னா நமக்கு ஒரு எக்ஸ்பெக்டேஷன் கொஞ்சம் அதிகமா இருக்கு இப்போ. എസ്പെഷ്യലി ഇപ്പൊ രജനീകാന്തും കൂടെ വന്നതുകൊണ്ട് തലൈവർ പടം കറക്റ്റ്. ട്രെയിലറിൽ തന്നെ എന്ത് സ്ക്രീൻ പ്രസൻസ് ആണ്. ആണ് വന്നിട്ട് ഇത് സർട്ടിഫിക്കറ്റ് ഏതാ? സർട്ടിഫിക്കറ്റ് കൺഫേം. ഓക്കെ, സർട്ടിഫിക്കേഷൻ ആയിരുന്നു. പോസ്റ്റർ പോസ്റ്റർ ഉണ്ടായിരുന്നു. അടിച്ചോന്നിടാ. താഴോ
അമീർ ഖാൻ മേക്സ് എ cameo appearance. No, it's not cameo. Film was restricted to others. 18+. അപ്പൊ അത്രയ്ക്ക് ബ്രൂട്ടൽ ആയിരിക്കും. വയലൻസ് കാണിക്കുന്നില്ല. അത്രയും ബ്രൂട്ടൽ ആയിരിക്കും. ഇത്രയും characters സെക്ഷൽ ഇല്ലേ? കണ്ടന്റ് എല്ലാം ഉണ്ടോ? സ്ട്രോങ് വയലൻസ്. No, 18+ means these are the categories. Category. പക്ഷെ മൂവിക്കകത്ത് കൂടുതലും ഇത് വൈ സ്ക്യൂലി അതല്ലേ വൈ സർട്ടിഫിക്കറ്റ് വരുന്ന എല്ലാ കാറ്റഗറീസും കാണിക്കും അവര്. ഓക്കെ. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ കൂലി ട്രെയിലർ റിയാക്ഷൻ. Yes, we are so excited for the movie. Yes, So August 14, finger crossed, we are waiting for it. And അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്. ബൈ ബൈ. മതി പോ.